നവീൻ ബാബുവിൻ്റെ അന്വേഷണം CBIക്ക് വിടണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഹർജി നാളെ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ കൊടുത്ത പരാതിയിൽ കോടതി നാളെ അതിലേക്ക് ചിലപ്പോൾ തീരുമാനം പറയും. എന്തായാലും നാളെ കോടതിയുടെ പരിഗണനയിലാണ്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം കൃത്യമായിട്ടല്ല നടക്കുന്നത്. അതുകൊണ്ട് അന്വേഷണം ഒരു CBIയുടെ അന്വേഷണമാണ് ആവശ്യം എന്ന് മഞ്ജുഷ കോടതിയിലെ പരാതിയിൽ പറയുന്നു. CBI വരണ്ട എന്ന് ME ഗോവിന്ദൻ മാസ്റ്ററെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന കണ്ടു. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവനയ്ക്ക് ഈ കേസുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അത് തീരുമാനിക്കേണ്ടത് CBI വരണോ വേണോ എന്ന് തീരുമാനിക്കുക ഗവൺമെൻറ്റാണ്. കാരണം അതിൻ്റെ ഒന്നെങ്കിൽ DGP അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി അല്ലെന്നുണ്ടെങ്കിൽ ആഭ്യന്തര സെക്രട്ടറി, ഇവരാണ് ഇക്കാര്യത്തിൽ തീരുമാനം കോടതിയെ അറിയിക്കേണ്ടത്. അത് CBI വരണോ വേണ്ടയോ ഇല്ലയോ എന്ന് കോടതി ഒരു തീരുമാനം നാളെ പറയും. എങ്കിലും ഇതുവരെയുള്ള അന്വേഷണത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും നാളെ ബോധ്യപ്പെടുത്തണം കോടതിയെ. കേസ് ഡയറി ഹാജരാക്കണമെന്ന് SHOയുടെ അടുത്ത് ആ സർക്കിൾ ഇൻസ്പെക്ടർ എടുത്ത് കണ്ണൂർ ടൗൺ സർക്കിൾ ഇൻസ്പെക്ടർ എടുത്ത് പറഞ്ഞു കഴിഞ്ഞു. ഇതിനകത്ത് നമ്മൾ ചില സംശയങ്ങൾ പൊതുജനങ്ങൾ അതുപോലെ നവീൻ ബാബുവിൻ്റെ വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ ഉയർത്തിയിട്ടുണ്ട്. അവിടുത്തെ CPMലെ രാഷ്ട്രീയ നേതാക്കന്മാരും അക്കാര്യം തന്നെ പല സന്ദർഭത്തിലും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഇതൊരു സൂയിസൈഡാണോ കൊലപാതകമാണോ എന്നുള്ള കാര്യത്തിലാണ് സംശയം. സൂയിസൈഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരു സൂയിസൈഡിൻ്റെ ലക്ഷണങ്ങൾ മുഴുവൻ പറഞ്ഞിരിക്കണം. അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. പല കാര്യങ്ങളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അപ്രസക്തമായി പറയാതെ പോയി എന്നുള്ളതാണ്. ഇത് ഒരു സൂയിസൈഡാണെന്ന് തീർത്ത് പോസ്റ്റ്മോർട്ടത്തിൽ ഒരിക്കലും ഒരു പോസ്റ്റ്മോർട്ടം ചെയ്ത ഫോറൻസിക് ഡോക്ടർ പറയാറില്ല. അത് സ്ട്രാങ്കുലേഷൻ കൊണ്ടാണ് കഴുത്തിൽ ഉണ്ടായ ആ ലിഗേച്ചർ മാർക്ക് കൊണ്ട് അല്ലെങ്കിൽ കഴുത്തിലുണ്ടായ കയറ് കൊണ്ടുള്ള വരിഞ്ഞു മുറുക്കൽ കൊണ്ടാണ് മരണം സംഭവിച്ചതെന്നേ പറയുള്ളൂ. അപ്പോൾ സാധാരണഗതിയിൽ സൂയിസൈഡിനും അങ്ങനെ തന്നെ വരാം. ഒരാളുടെ കഴുത്തിൽ കയറിട്ട് മുറുക്കി മുറുക്കി കെട്ടി തൂക്കിയാലും ഈ സൂയിസൈഡിൻ്റെ സിംറ്റംസ് ലക്ഷണങ്ങളെല്ലാം കാണിക്കും. പക്ഷേ ഇവിടെ പ്രസക്തമായ ഒരു ചോദ്യം, പോലീസ് നാളെ കേസ് ഡയറി ഹാജരാക്കാൻ പറഞ്ഞു. ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഇതൊരു കൊലപാതകമാണോ അല്ലെങ്കിൽ ഇതൊരു ആത്മഹത്യയാണോ എന്നുള്ള കാര്യത്തിൽ നാളെ പോലീസിൻ്റെ നിഗമനം എന്താണെന്ന് കോടതി കണ്ടെത്തും. അത് അഫിഡവിറ്റായിട്ട് സത്യവാങ്മൂലമായിട്ട് ഫയൽ ചെയ്യാനാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം നാളെ വരെ കേസ് സത്യസന്ധമാണ് ആയിട്ട് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ആ വിവരങ്ങളൊന്നും ചോർന്നു പോകാതെ ആ കേസ് ഡയറി എഴുതണമെന്നാണ് വ്യവസ്ഥ. അപ്രകാരം എഴുതിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഓരോ കേസിൻ്റെ അന്വേഷണ സ്റ്റെപ്പുകളെ നടപടികളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ടൈം, എപ്പോഴാണ് ആ കേസിൻ്റെ ആ പറഞ്ഞ ഭാഗം അന്വേഷിച്ചത്, എത്ര മണിക്ക് അന്വേഷിച്ചു, എത്ര മണിക്ക് അന്വേഷണം അവസാനിപ്പിച്ചു, ആരെയൊക്കെയാണ് കണ്ടു ചോദിച്ച് ഈ വിവരങ്ങൾ ദൈനംദിനം കേസ് ഡയറി എഴുതിക്കൊണ്ടേയിരിക്കണം. അതോടൊപ്പം തന്നെ പോലീസിൻ്റെ അതുവരെയുള്ള അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ, അതുവരെയുള്ള അന്വേഷണ നിഗമനങ്ങൾ ഇതെല്ലാം എഴുതി പോകാം. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയണം. ഇതിനകത്ത് ഇപ്പം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ആ കൃത്യസ്ഥല മഹസർ ആത്മഹത്യ ചെയ്ത അല്ലെങ്കിൽ തൂങ്ങി നിന്ന മുറിയുടെ അവിടുത്തെ കൃത്യസ്ഥല മഹസർ എഴുതാനായിട്ട് ഏകദേശം അടുത്ത ദിവസം തന്നെയാണ്, ദിവസം 10-25 ദിവസം കഴിഞ്ഞിട്ടാണ് പോലീസ് എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നത്. അതെന്താണ് അങ്ങനെ ഒരു ഡിലേ വന്നത്? അപ്പോൾ അത് തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, റെയിൽവേ സ്റ്റേഷനിൽ പോയ ആൾ മടങ്ങി എങ്ങനെ അവിടെ വന്നു എന്നുള്ള കാര്യം അന്വേഷണത്തിൽ കണ്ടുപിടിക്കേണ്ടതാണ്. അത് കേസ് ഡയറിയിൽ കണ്ടുപിടിച്ചിട്ടുണ്ടോ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം കോടതി പരിശോധിക്കും. രണ്ടാമത്, ഇങ്ങനെ വന്നിട്ടുണ്ട്, അവിടെ വന്നത് ഓട്ടോയിലാണോ ആരെങ്കിലും കാറിലാണോ, അങ്ങനെയുള്ള വിവരങ്ങൾ പോലീസ് ഇതിനോടകം കണ്ടുപിടിച്ചിരിക്കണം. അല്ലെങ്കിൽ അത് പരാജയപ്പെട്ട ഒരു അന്വേഷണമായിട്ട് കണക്കാക്കാനൊക്കെ ഉള്ളൂ. അദ്ദേഹത്തിന് ആ തൂങ്ങാനുള്ള പ്ലാസ്റ്റിക് കയർ എങ്ങനെ ലഭിച്ചു? അത് അദ്ദേഹം ആ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് വാങ്ങിച്ചതാണോ, അത് ആ മുറി തന്നെ ഉണ്ടായിരുന്നതാണോ, അങ്ങനെയുള്ള വിവരങ്ങളും പറയണം. അത് തന്നെയല്ല, അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പം മടങ്ങി വരാനായിട്ട് ഒരു കോള് വന്നിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ പറഞ്ഞിരുന്നു.
ആരുടെ കോളാണത്, എന്തിനാണ് വിളിച്ചത്, അദ്ദേഹം ഇതിന് ശേഷം അവർ തമ്മിൽ കണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചിട്ടുണ്ടാകണം. ഫോറൻസിക് സർട്ടിഫിക്കറ്റ് നമ്മൾ പരിശോധിച്ചാൽ അതിനകത്ത് ഒരു സൂയിസൈഡിൻ്റെ ആത്മഹത്യയുടെ ലക്ഷണങ്ങൾ, സിംറ്റംസ് ആ ബോഡിയെ കണ്ടെന്ന് ഡോക്ടർ സർട്ടിഫൈ ചെയ്യും. ഇത് 2 ഡോക്ടർമാരാണ് ഈ ഫോറൻസിക് റിപ്പോർട്ട് അകത്ത് ഒപ്പിട്ടിരിക്കണമെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ആ 2 പേരുടെ ആവശ്യം എന്തായിരുന്നു എന്ന് കുറച്ചുകൂടെ ഓതൻറ്റിസിറ്റിക്ക് വേണ്ടിയിട്ടാണോ അവരത് ചെയ്തതെങ്കിൽ എന്തിനാണ് അവർ അങ്ങനെ ഒരു ഓതൻറ്റിസിറ്റിയുടെ ആവശ്യം വന്നത്, അതും പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഇതിനകത്ത് പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിൽ അതിനകത്ത് ഒരു ആത്മഹത്യയുടെ ലക്ഷണം കാണിക്കുന്ന വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടോ, അതില്ലെങ്കിൽ അതൊരു ആത്മഹത്യയല്ല, ഹോമിസൈഡ്, ഒരു കൊലപാതകത്തിലേക്കാണ് പോകുന്നതെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സാധാരണഗതിയിൽ ഒരു പോസ്റ്റ്മോർട്ടം അല്ലെങ്കിൽ റിപ്പോർട്ടിനകത്ത് ഒരു ആത്മഹത്യ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ വായിൽ നിന്ന് ആ പോസ്റ്റ്മോർട്ടം ചെയ്ത അല്ലെങ്കിൽ തൂങ്ങി നിൽക്കുന്ന കെട്ടിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ സലൈവ പോവും, ഉമിനീര് പോയിരിക്കണം. അങ്ങനെ ഉമിനീര് പോയിട്ടുണ്ടെന്നുള്ള വിവരം ഈ റിപ്പോർട്ടിനകത്ത് ആ ഫോറൻസിക് ഡോക്ടർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും പൊതുവെ കേൾക്കുമ്പം ഫോറൻസിക് ആ പോസ്റ്റ്മോർട്ടം നടത്തിയതിന് ചില അപാധകൾ സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് സംശയമുണ്ട്. അങ്ങനെയെങ്കിൽ ആ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെ ഒരു കേരള ഫോറൻസിക് മെഡിസിൻ ഡയറക്ടറും 2 പോസ്റ്റ്മോർട്ടം ചെയ്ത വെൽ എക്സ്പീരിയൻസ്ഡായ സീനിയറായ 2 ഫോറൻസിക് ഡോക്ടർമാരും 3 പേരുടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ഈ 2 പോസ്റ്റ്മോർട്ടം ചെയ്ത 2 ഡോക്ടർമാരെ അവരുടെ നിഗമനങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തിയെന്നുള്ള വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. അതുപോലെ തന്നെ അവരെ വിളിച്ച് ചോദ്യം ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു വീഡിയോ റെക്കോർഡിങ് മാൻഡേറ്ററി ആണ് പോസ്റ്റ്മോർട്ടം ചെയ്ത സമയത്ത്. അത് മുഴുവൻ രേഖപ്പെടുത്തിയിട്ടുണ്ടോ, അങ്ങനെ വീഡിയോ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അതുകൂടെ ഈ ഫോറൻസിക് ഡയറക്ടറും മറ്റും പരിശോധിക്കണം. കാരണം ഇത് സൂയിസൈഡാണോ ഹോമിസൈഡ് ആണോ, അതിനകത്ത് ആ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാരെ ആ ഹോസ്പിറ്റലിനെ പറ്റി വിശ്വാസമില്ല എന്ന് നേരത്തെ തന്നെ ഇവർ പറഞ്ഞിരുന്നു. എങ്കിലും പോലീസ് അവിടെ കൊണ്ടുപോയി തന്നെയാണ് അത് പോസ്റ്റ്മോർട്ടം ചെയ്തത്. അവിടെയും പോലീസിന് എഗൻസ്റ്റ് ആയിട്ടുള്ള ചില സംശയങ്ങൾ ഉണ്ട്. അതുകൊണ്ടാണ് ഇതൊരു ഫോറൻസിക് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള ഒരു ടീം ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത വിവരങ്ങളും ആ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ എടുത്ത വീഡിയോകളും കണ്ടിട്ട് ഒരു ഒപ്പീനിയൻ പറയണം. ഒരു സൂയിസൈഡ് ആണെങ്കിൽ അതിൻ്റെ സിംറ്റംസ് ഈ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് അവർ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതിനകത്ത് നമ്മളിപ്പോൾ ഇതുവരെ കടന്നുപോയിരിക്കുന്ന കാര്യത്തിൽ പല സംശയങ്ങളും ഉയർന്നു വരുന്നത് കൊണ്ട് ഇതൊരു CBI അന്വേഷണം വേണം എന്നാണ് നവീൻ ബാബുവിൻ്റെ വൈഫും അവരുടെ വീട്ടുകാരും ബന്ധുക്കളും അവിടുത്തെ പാർട്ടിക്കാരുടെ ആവശ്യം. അതുകൊണ്ടാണ് പെട്ടെന്ന് ഹൈക്കോടതിയിലേക്ക് ഒരു CBI അന്വേഷണം തന്നെ വേണം, എങ്കിലേ സത്യം ആയ വിവരങ്ങൾ പുറത്തു വരുവുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നു. എന്തായാലും ലോക്കൽ പോലീസിന് അന്വേഷണം മാറ്റിക്കൊടുക്കാനായിട്ട് നേരത്തെ ഗവൺമെൻറ് തയ്യാറായാൽ മതിയായിരുന്നു. അത് എന്തുകൊണ്ട് ചെയ്തില്ല? അത് ഗവൺമെൻറ്റിന് താല്പര്യമില്ലെങ്കിലും അവിടുത്തെ DGP അല്ലെങ്കിൽ അവിടുത്തെ ADGP ഉണ്ട്, അല്ലെങ്കിൽ ഒരു DIG ഉണ്ട്, സൂപ്പർവൈസറി ഓഫീസേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് വലിയധികം ലാപ്സസ് ഈ കേസിനകത്തുണ്ടായി. അതുകൊണ്ടാണ് പൊതുജനങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യത്തിൽ ഡൗട്ട് കൂടിക്കൂടി വരുന്നത്. കാരണം ഒരു DGPയോ അവിടുത്തെ റേഞ്ച് ADGPയോ അല്ലെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു IG-യോ അവിടുത്തെ ഒരു DIG-യോ ഇത്രയും വലിയ സെൻസേഷനായ ഒരു കേസ് ഒരു ജൂനിയറായ ഒരു സർക്കിൾ ഇൻസ്പെക്ടറെ കൊണ്ട് എന്തുകൊണ്ട് അന്വേഷിപ്പിച്ചു? അന്നേരം തന്നെ അന്വേഷണം മാറ്റി ഒരു DYSPയോ അവിടുത്തെ ജില്ലാ SPയോ അവർ നേരിട്ട് അന്വേഷിക്കാത്തത് എന്ത്? അവിടെയൊക്കെ ഡൗട്ട് കൂട്ടുന്നതാണ്. അതുകൊണ്ടാണ് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതിനകത്ത് വകവെക്കാതെ ഈ കേസിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അവിടെ പോലീസിനുണ്ടായ ലാപ്സസ് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് അഡ്മിറ്റ് ചെയ്ത് അംഗീകരിച്ചു പോകണം. ഒരു ജൂനിയറായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇത്രയും പ്രമാദമായ ഒരു കേസ് അന്വേഷിച്ചത് എന്ന് പറയുമ്പം അത് കോടതി ചെന്ന് കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അഫിഡവിറ്റ് സത്യവാങ്മൂലം കോടതിയെ ഹാജരാക്കാൻ പറഞ്ഞു കഴിഞ്ഞു, കേസ് ഡയറി ഹാജരാക്കാൻ പറ്റണം. അതുകൊണ്ട് CBI അന്വേഷണം നടത്തണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. കാരണം CBI അന്വേഷണത്തിന് പകരം ഇത് ഒരു സീനിയർ സത്യസന്ധനായ ഒരു DYSPയോ ക്രൈംബ്രാഞ്ചിൽ വെറ്ററനായ ഒരു DYSPയോ വെറ്ററനായ ഒരു SPയോ എക്സ്പീരിയൻസ് ഉള്ള ഇവർ 2 പേരും ആരെങ്കിലും ഇത് അന്വേഷിക്കുന്നത് നല്ലതാണ്. അങ്ങനെയെങ്കിൽ അവർ ഇപ്പം പറഞ്ഞ ഈ സംശയങ്ങൾ ചെയ്യുന്ന ഭാഗങ്ങളെല്ലാം ദൂരീകരിക്കേണ്ടി വരും. അത് ഇതുവരെ ആരും അക്കാര്യം പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് ഇതൊരു സൂയിസൈഡാണോ ഹോമിസൈഡോ എന്നുള്ള കാര്യത്തിൽ നിശ്ചയിക്കണം എന്നുള്ള കാര്യമാണ് പ്രാമുഖ്യമായി കൊടുക്കേണ്ടത്. കോടതി ആ കാര്യം തന്നെ
പരിശോധിക്കുമെന്ന് കരുതുന്നു. നാളെ ഇതിനെ സംബന്ധിക്കുന്ന ഒരു ഉത്തരവ് കോടതിയിൽ നിന്ന് ഉണ്ടാകും. അത് CBIക്ക് അനുകൂലമാണോ അതോ ക്രൈംബ്രാഞ്ചിന് അനുകൂലമാണോ എന്ന് അറിയില്ല. എങ്കിലും ക്രൈംബ്രാഞ്ചിലേക്ക് തൽക്കാലം കൊടുക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ കൊടുത്ത ശേഷം വീണ്ടും ഇതിനെപ്പറ്റി ഒരു ക്ലുപ്തമായ ഒരു അറൈവൽ എത്തിയില്ലെങ്കിൽ വീണ്ടും CBIയുടെ കാര്യം രണ്ടാമത് പരിഗണിച്ചാൽ മതി എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്.